കേരളത്തിലാർക്കുമെന്തു വേഷം കെട്ടുകൾ വേണമെങ്കിലും ചെയ്തിടുക ചെയ്യാം എന്നതിൻ്റെ ഓരോരോ വേഷം കെട്ടലാണു നമ്മൾ കണ്ടിടുന്നതു. ഓരോരോ ദിവസവും കൂനുമുളച്ചിടുന്നതുപോലെ മുളച്ചു പൊന്തിടുന്ന പലതരം മനുഷ്യസ്വാമിമാർ. എന്തു തടസ്സങ്ങളും വിഘ്നങ്ങളും നിമിഷ നേരത്താൽ മാറ്റി തന്നിടുന്ന മനുഷ്യസ്വാമിമാർ. കൂനുമുളച്ചിടുന്നതുപോലെ ഇതാ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്നു. ഓരോരോ ദിവസങ്ങളിലും മനുഷ്യസ്വാമിമാരെ വളർത്തിടുവാനായി ചെന്നിടുന്ന കുറേ മനുഷ്യകൂട്ടങ്ങൾ. കോടിക്കണക്കിനു ജനങ്ങളല്ലയോ ഇത്തരത്തിലുള്ള മനുഷ്യസ്വാമിമാരെ സമീപിക്കുന്നതു. പിന്നെങ്ങനെ ഓരോരോ ദിവസവും സ്വാമിമാരുടെ എണ്ണം കൂടാതിരിക്കും? ജനങ്ങൾ പോയി കുമ്പിട്ടു കാൽപിട്ടൊട്ടു വർണ്ണിച്ചു സ്വാമിയുടെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു വന്നിടുന്നു. കോടിക്കണക്കിനു വരുമാനങ്ങൾ കിട്ടിക്കണ്ടിടുന്ന സ്വാമിമാർ ഒരിക്കലും നിർത്തുകില്ല ഈ തൊഴിൽ. ഗവൺമെന്റ് ജോലിക്കാർക്കു പോലും കിട്ടിടുകില്ല ഇത്രയും അധികം വരുമാനം. അതിനേക്കാൾ വരുമാനമല്ലയോ ഓരോരോ ദിവസവും ഇത്തരത്തിലുള്ള സ്വാമിമാർക്കു വന്നു ചേർന്നിടുന്നതു. എന്തിനാണു മനുഷ്യ നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കായി കോടിക്കണക്കിനു പൈസ മുടക്കി പഠിച്ചിടുന്നു? ഇത്തരത്തിൽ സ്വാമിയായിരുന്നാൽ വരുകയില്ലയോ കോടിക്കണക്കിനു വരുമാനം? കള്ളവും തതിയുമില്ലാത്ത കേരളം പോയി ഇന്നു തട്ടിപ്പും വെട്ടിപ്പും കള്ളവും ചതിയുമായി പണങ്ങളുണ്ടാക്കുവാനായി ഓരോരോ സ്വാമിമാരും പെരുകിടുന്നു. അതിൻ്റെ പുറകെ പോയിടുവാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുമുള്ളപ്പോൾ പിന്നെങ്ങനെ സ്വാമിമാർ പെരുകാതിരുന്നിടും? ജനങ്ങളു തന്നെയാണു പലവരെയും വളർത്തിക്കൊണ്ടുപോന്നിടുന്നതു. ഒരു സ്വാമി അവിടെ ദർശനം കൊടുത്തിടുന്നു എന്നു പറഞ്ഞു കേൾക്കുമ്പോഴേക്കും ദർശനത്തിനായി ഓടിച്ചെന്നു. സകലവും കാര്യവും നടന്നു. അവിടെ പോയി സ്വാമിയുടെ ദർശനം വാങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള സ്വാമിമാരെ ഇനിയെങ്കിലും ഓരോരുത്തരും വളർത്തുവാനായി അനുവദിക്കാതിരുന്നാൽ നമ്മൾക്കോരോരുത്തർക്കും നല്ലതെന്നു പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു ബെൽ ബട്ടണും അമർത്തി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടിയൊന്നു ഷെയർ ചെയ്തു കൊടുക്കുക സുഹൃത്തുക്കളെ. വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നിങ്ങളിലേക്ക്. ഓക്കേ, ബൈ ബൈ.